ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പല പോരാട്ടങ്ങൾ ജയിച്ചാലേ ഒരു യുദ്ധം ജയിക്കാനാകൂ എന്ന് പറയും. യു ഹാവ് ടു വിൻ മെനി ബാറ്റിൽസ് ടു ഹാവ് വിക്ടറി ഇൻ വൺ വാർ. ഒരു യുദ്ധം ജയിക്കാൻ പല പോരാട്ടങ്ങൾ വേണം. യുഗാന്ത യുദ്ധത്തെക്കുറിച്ചും അഗ്നിപരീക്ഷ, നമ്മൾ കർത്തൃപ്രാർത്ഥന ചൊല്ലുന്ന ഒരു ഇതുണ്ടല്ലോ, അഗ്നിപരീക്ഷയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ, യുഗാന്ത യുദ്ധത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയുന്ന പ്രാർത്ഥന. ആ യുഗാന്ത യുദ്ധത്തിനും പല പോരാട്ടങ്ങളുണ്ട്. ആ പല പോരാട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13:14. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അതൊരടയാളമാണ്. ഈ പ്രയോഗം ഈശോ എടുത്തത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 9:27, 11:31, 12:11. ഗ്രീക്കുകാർ യഹൂദരുടെ യെരൂശലേം ദേവാലയത്തെ അശുദ്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദാനിയേൽ ഈ പ്രവചനം പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത് കർത്താവ് ഉപയോഗിച്ച ഈ പ്രതീകാത്മക ആശയ പ്രകാശന രീതിക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സാധ്യതയുണ്ട്. ഓരോ കാലയളവിലും സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് അത് തന്നെ ഉപയോഗിച്ചത്. അന്ന് ഈ കർത്താവ് അത് ഉദ്ദേശിച്ചത് യഹൂദ യുദ്ധകാലത്തുണ്ടായ ഒരു സവിശേഷ സാഹചര്യത്തിലേക്കാണ്. ഈ ക്രിസ്തുവർഷം 66 മുതൽ 70 വരെയാണ് യഹൂദ യുദ്ധം. ആ യഹൂദ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളാരും കൊല്ലപ്പെട്ടില്ല. യഹൂദന്മാരാണ് കൊല്ലപ്പെട്ടതും ചിതറിക്കപ്പെട്ടതും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടാതിരുന്നത്? ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായനക്കാർ ഓർത്തുകൊള്ളുക, മലമുകളിലേക്ക് ഓടിപ്പോവുക. അപ്പോൾ ക്രിസ്ത്യാനികൾ ഏതൊരു വിനാശത്തിൻ്റെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത കണ്ടുവെന്നും പെല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്തുവെന്നും ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഭാപിതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത? ആദിമ ക്രൈസ്തവർ കണ്ട ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ക്രിസ്ത്യാനികൾ പെല്ല എന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ടായി കാരണം എന്ത്? ക്രിസ്ത്യാനികൾ അധികം കൊല്ലപ്പെട്ടില്ല, യഹൂദന്മാർ കൊല്ലപ്പെട്ടു ഈ യഹൂദ യുദ്ധത്തിൽ. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടില്ല? പെല്ല എന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്തു. അങ്ങനെ പലായനം ചെയ്യാൻ അവർക്ക് കിട്ടിയ ലക്ഷണമെന്ത്, അടയാളമെന്ത്? അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ. എന്തായിരുന്നു ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത? യഹൂദന്മാരുടെ മുൻപത്തെ മുഖ്യ പുരോഹിതനായിരുന്ന അന്നാസ് രണ്ടാമൻ, പിന്നെ ഗോറിയോണിൻ്റെ മകൻ യോസഫ്, 2 പേര് ഈ യഹൂദ യുദ്ധത്തിൻ്റെ സൈനിക ആക്രമണ പദ്ധതിയുടെ തലവന്മാരായി ക്രിസ്തുവർഷം 66 തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ ഒന്നുകൂടി പറയാം. അവിടെ മുമ്പത്തെ മുഖ്യ പുരോഹിതനായ അന്നാസ് രണ്ടാമൻ, ഗോറിയോണിൻ്റെ മകൻ യോസഫ്, ഇവർ 2 പേരെയും റോമാക്കാർക്കെതിരെയുള്ള സൈനിക ആക്രമണ പദ്ധതിയുടെ തലവന്മാരായി ക്രിസ്തുവർഷം 66 തിരഞ്ഞെടുത്തു. ഈ അന്നാസാണ് ക്രിസ്തുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബിനെ ക്രിസ്തുവർഷം 62 വധിക്കാൻ ഉത്തരവിട്ടത് ഈ മുമ്പത്തെ മുഖ്യ പുരോഹിതനാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കറിയാം തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ഈ അന്നാസ് എന്ന് പറയുന്ന മുൻ മുഖ്യ പുരോഹിതൻ സൈന്യത്തിൻ്റെ നേതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ യെരൂശലേമിലെ മാതൃസഭയുടെ തലവനായിരുന്ന യാക്കോബിനെ കൊല്ലാനോട് ഉത്തരവിട്ട ആളാണ് 62 കൊന്നുകളഞ്ഞ ആളാണ് 66 യഹൂദ യുദ്ധത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, മുമ്പത്തെ ഒരു പുരോഹിതൻ. സ്വാഭാവികമായിട്ടും അത് തങ്ങൾക്കെതിരെയുള്ള തങ്ങളെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാണ്. ഒരു മുഖ്യ പുരോഹിതൻ ആയിരുന്ന ആള് സൈന്യത്തിൻ്റെ തലപ്പത്ത് വരുന്നു. സ്വാഭാവികമായും തങ്ങൾക്ക് അത് അപകടമുണ്ടാക്കുമെന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു. അവർ പെല്ലയിലേക്ക് ഒളിച്ചോടി പോയില്ല, പലായനം ചെയ്തു.
ഇതിനെയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് ആദിമസഭ വ്യാഖ്യാനിച്ചത്. ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? വിനാശത്തിൻ്റെ മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നു. അത് യുഗാന്ത യുദ്ധത്തിൻ്റെ പല പോരാട്ടങ്ങളിൽ ഒന്നാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രൂപതയെ ബാധിച്ചിരിക്കുന്ന യുഗാന്ത യുദ്ധത്തിൻ്റെ അതിൻ്റെ ഒരു പോരാട്ടത്തിൽ വളരെ നിർണായകമായ ഒരു വിനാശത്തിൻ്റെ മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അത് ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, ദാനിയേൽ പുസ്തകത്തിൽ പല തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ്. നമ്മൾ ആദ്യം കണ്ടു 33 വൈദികർ ഒരേ ഒരു ഓസ്തി ഉപയോഗിച്ച് 16 മണിക്കൂറോ മറ്റോ എത്രയോ കുർബാനകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരേ ഒരു ഓസ്തി ഉപയോഗിച്ചിട്ട് അബ്യൂസീവ് യൂക്കറിസ്റ്റ് സെലിബ്രേഷൻ എന്നാണ് കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ വിശേഷിപ്പിച്ചത്. അതിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല. പിന്നെ തോന്നിയ പോലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിൽ തോന്നിയ പോലെ ഒരുക്കമില്ലാതെ ബലിപീഠമില്ലാതെ തോന്നിയ പോലെ കുർബാന ചൊല്ലി മൂത്രപ്പുരയുടെ മുമ്പിൽ. വിനാശത്തിൻ്റെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുകയാണ്, മൂത്രപ്പുരയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു പ്രസാദഗിരി പള്ളിയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ തോട്ടുപുറച്ചനെ കുർബാന അനാഫർ തുടങ്ങിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനാഫർ തുടങ്ങിയിരുന്നെങ്കിൽ വേറൊരു അച്ഛനെ കൊണ്ടുവന്ന് ആ കുർബാന പൂർത്തിയാക്കണമായിരുന്നു. ആ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ കുറച്ച് അൽമായർ വന്ന്, അതും മുമ്പത്തെ വികാരി സ്ഥലം മാറ്റം കൊടുത്തിട്ട് വികാരി സ്ഥലം മാറിപ്പോകാതെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ വന്ന് ഈ നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് അൽമായർ നിന്ന്, അതിനകത്തൊരു സ്ത്രീ ഉണ്ടെന്ന് തോന്നുന്നു, അവർ നിന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യനെ കഴുത്തിന് പിടിച്ച് തള്ളി വലിച്ചഴച്ച് ചവിട്ടി കൂട്ടുന്നു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നു. അത് എറണാകുളത്ത് നടക്കുന്ന യുഗാന്ത യുദ്ധത്തിൻ്റെ പോരാട്ടങ്ങളിൽ ഒന്നിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ്. അന്ന് ഇത് ലക്ഷണം കണ്ടപ്പോൾ ക്രിസ്ത്യാനികൾ എല്ലാ സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ആ തരത്തിലല്ല സംഭവിക്കുക. മറിച്ച് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് ഈ മുൻ മുഖ്യപുരോഹിതനായ അന്നാസ ചെയ്തതുപോലെ ഒരു സൈനിക ആക്രമണ പദ്ധതിയുടെ തലപ്പത്ത് നിൽക്കുകയാണ്. എന്നിട്ട് അൽമായരെയൊക്കെ വിട്ട് അവിടെയാണെങ്കിൽ ജെറിനച്ചൻ, ഇപ്പുറത്താണെങ്കിൽ രായനച്ചൻ, മറ്റടുത്ത് മുണ്ടാടനച്ചൻ, പിന്നെ നരികുളച്ചൻ, ഇങ്ങനെ ഈ പുരോഹിതന്മാരായിരിക്കുന്ന ആളുകൾ സൈനിക ആക്രമണ പദ്ധതിയുടെ തലപ്പത്ത് നിൽക്കുന്നത് പോലെ നിന്ന് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കാൻ പാടില്ല സ്ഥലത്ത് നിൽക്കുന്നു. അതിനർത്ഥം എറണാകുളം അങ്കമാലി അതിരൂപതയെ ഈ കത്തോലിക്ക സഭയെ അനുസരിക്കാൻ കൊണ്ടുവരുന്ന യുദ്ധത്തിൻ്റെ ആ പോരാട്ടം അന്തിമ പോരാട്ടങ്ങളിൽ ഒന്ന് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. അതിനാൽ നമ്മൾ സത്യവിശ്വാസികൾ നല്ല ആധ്യാത്മിക ഒരുക്കം നടത്തേണ്ടതുണ്ട്. പ്രാർത്ഥനയും ഉപവാസവും തപസ്സും, പിന്നെ കരുണക്കൊന്ത, തിരുവചന ജപമാല, യാമപ്രാർത്ഥന, കുർബാന ഇല്ലേ, ആരാധന, അങ്ങനെ നമുക്ക് സാധിക്കാവുന്ന എല്ലാ തരത്തിലും ജാഗരണം, അങ്ങനെ സാധിക്കുന്ന എല്ലാ തരത്തിലും നമ്മൾ ആധ്യാത്മികമായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നമ്മൾ കാണുമ്പോൾ അതിനർത്ഥം അവർക്കെതിരെയുള്ള കർത്താവിൻ്റെ യുഗാന്ത യുദ്ധത്തിലെ ഒരു വലിയ പോർമുന ആരംഭിച്ചു കഴിഞ്ഞു. ആ അന്തിമ പോരാട്ടങ്ങളൊന്ന് ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ്. വിനാശത്തിൻ്റെ മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് ഈ 3 സ്ഥലങ്ങളിലും നിന്നത്. അത് നമുക്ക് വലിയൊരു ലക്ഷണമാണ്. കർത്താവ് നമുക്ക് തരുന്ന അടയാളം കൂടിയാണ്. അതിനാൽ നമുക്ക് ദുഃഖമുണ്ട്. അതേസമയം നമ്മൾ ഓർക്കണം, ഒരു പോരാട്ടത്തിനാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. സാത്താൻ്റെ ശക്തികളുമായ പോരാട്ടത്തിന്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞത് വ്യക്തിപരമായ ശത്രുക്കളെയാണ്. പിശാചുമായി കൂട്ടുകൂടിയിട്ടുള്ളവരെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പിശാചുമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉണ്ടാക്കുമെന്നാണ്. നിന്റെ സന്തതിയും അവളുടെ സന്തതിയും ഞാൻ ശത്രുത ഉണ്ടാക്കുമെന്നാണ്. സ്ത്രീയുടെ സന്തതി ശത്രുവിൻ്റെ തല തകർക്കണമെന്നാണ്. ആ ശത്രുവിനെ സ്നേഹിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ വിമത വൈദികരും
അവരുടെ കൂട്ടാളികളായ ആത്മായ മുന്നേറ്റക്കാരും അവര് സർപ്പസന്തതികളാണ്. ആ സർപ്പസന്തതികളെ തല തകർക്കാനുള്ള നിയോഗം കിട്ടിയവരാണ് സ്ത്രീകളുടെ സന്തതികളായ നമ്മൾ. സ്ത്രീയിൽ നിന്ന് ജനിച്ച ക്രിസ്തുവിനോടൊപ്പം നിന്ന് സ്ത്രീകളുടെ സന്തതികളായ നമ്മൾ സർപ്പസന്തതികളുടെ തല തകർക്കേണ്ട സമയമാണ്. ഇതാണ് പോരാട്ടം. അതിനാൽ ഈ വിനാശത്തിൻ്റെ മ്ലേച്ഛത നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് 3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. അതിനർത്ഥം കർത്താവ് നമുക്ക് നല്ല അടയാളം നൽകി കഴിഞ്ഞു എന്നാണ്. അതിനാൽ അന്തിമ പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതിന് നമ്മൾ ഒരുങ്ങേണ്ടത് ആധ്യാത്മികമായിട്ടാണ്. അങ്ങനെ ആകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.